ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ്. നമ്മൾ ഈ കാണുന്ന മെട്രോയ്ക്ക് സമീപത്തു നിന്നും ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ലുലു മാളിൽ നിന്നും ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ദൂരത്തായും പാലാരിവട്ടത്ത് നിന്ന് 7 കിലോമീറ്ററോളം ദൂരത്തായും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരത്തായും തൊട്ടടുത്തുള്ള കളമശ്ശേരി ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന ഈ വീട് 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2080ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന ഈ വീട് ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിട്ടുണ്ട്. നല്ലൊരു കൊളോണിയൽ എലിവേഷനിലാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി 4 മീറ്റർ വീതി കൂടിയ റോഡ് സൗകര്യം ലഭ്യമാണ്. വീടിൻ്റെ പരിസരങ്ങളിലായി നമുക്ക് സ്കൂളുകൾ, അതേപോലെ തന്നെ ടെമ്പിളുകൾ, മോസ്കുകൾ, ചർച്ചുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ടൗണിലോട് വളരെ അടുത്ത് കിടക്കുന്ന ഈ ഒരു വീടിൻ്റെ ഉൾവശത്തേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ മുൻവശത്തായി കടുപ്പ കല്ലുകൾ വിരിച്ചിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സായി വരുന്ന കിണർ വെള്ളവും KW കണക്ഷനുമാണ്. 2 സൈഡിലായി നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നൽകുന്നുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ്, ഒരു ഓപ്പൺ കാർ പാർക്കിംഗുമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനൊരു ചെറിയൊരു സിറ്റ് ഔട്ട് അവൈലബിൾ ആണ്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. മനോഹരമായൊരു ലൊക്കേഷനിൽ വരുന്ന ഈ വീട് 2012 പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷിലാണ് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറ് 2 പാളികളാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വാളുകളിൽ ലൂവേഴ്സ് എല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഇവിടെ ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ഡൈനിങ് സ്പേസ് നമുക്കൊന്ന് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഡൈനിങ് സ്പേസിൻ്റെ കോർണറായി, അതായത് സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ, കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളും നൽകിയിരിക്കുന്നു. കിച്ചൺ സൈഡിലേക്ക് പോയാൽ നല്ലൊരു ഭംഗിയിലുള്ള കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു കൗണ്ടർ നൽകിയിരിക്കുന്നു. കൗണ്ടറിൽ ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തൊരു കിച്ചണാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ക്യാബിനറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മനോഹരമായ കിച്ചണ് ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിനുള്ള ഓപ്ഷനുകളെല്ലാം നമുക്കിവിടെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. രജിസ്ട്രേഷന് ശേഷം നമുക്കിത് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ഈ ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂമായി വരുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. വേണമെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലുള്ളൊരു സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. വലിയൊരു വാർഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. വലിയൊരു വാർഡ്രോബ് സൗകര്യം നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. നല്ല ഭംഗിയിൽ തന്നെയാണ്, വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ളൊരു ബാത്റൂമാണ്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്.
നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു വിശാലമേറിയ അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ ഈ ഒരു ഏരിയ നല്ല സ്പേഷ്യസ് ആയി തന്നെ നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു എൻട്രി ബാൽക്കണിയിലേക്ക് അവൈലബിൾ ആണ്. നല്ലൊരു നീളത്തിലുള്ള ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിലിനായി ടഫ് ആൻഡ് ഗ്ലാസും സ്റ്റെയർസിലുമാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂമുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ടോട്ടലായി 4 ബെഡ്റൂമുകൾ നൽകിയ ഈ വീടിൻ്റെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെ ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനെല്ലാം നൽകിയിരിക്കുന്നു. സെറയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, സെറ ബ്രാൻഡ്. മനോഹരമായൊരു ലാസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. അതിനു മുമ്പ് നമുക്കിവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. വേണമെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമായി ചൂസ് ചെയ്യാവുന്ന വിധത്തിലുള്ളൊരു സ്പേസും നല്ല ഒരു ആംബിയൻസ് ഉള്ള റൂമാണിത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നമുക്ക് കാണാം. മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളെല്ലാം ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ, അതും നല്ല പ്രീമിയം ലൊക്കേഷനിൽ 2080 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂം ആയി അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂമായി വരുന്ന ഈ വീട് നല്ലൊരു ലൊക്കേഷൻ എടപ്പള്ളി, എറണാകുളം ജില്ലയിലെ എടപ്പള്ളിക്ക് സമീപത്തായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇനി വീട് പർച്ചേസ് ചെയ്യാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.